ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മക്കളെ മദ്രസയ്ക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഗോതമ്പ് പൊടി കൊണ്ടൊരു അപ്പം ഉണ്ടാക്കണം കേട്ടോ. ഗോതമ്പ് പൊടി കലക്കിയിട്ട് അതിൽ കുറച്ച് തേങ്ങയും ശകലം ഉപ്പിട്ടിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിയ കമൻസ് എല്ലാതും കണ്ട് എനിക്ക് വളരെ സന്തോഷമായിട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ നമ്മളെ തളർത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അത് നോക്കിയിരുന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂല. യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞാലൊന്നും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമൊന്നുമില്ല. യൂട്യൂബിൽ നല്ല വീഡിയോസ് നല്ല വീഡിയോസ് ഇട്ടാലൊക്കെ തന്നെയാണ് നല്ല സക്സസ് ഉണ്ടാവുള്ളൂ. എന്താ പറയുക, കഷ്ടപ്പാട് വന്ന് പറഞ്ഞ് കുത്തിയിരുന്നാലൊന്നും നമുക്ക് യൂട്യൂബൊന്നും വെറുതെ ഒന്നും പൈസ തരൂല. അത് വിചാരിച്ചെങ്ങാണ്ടൊക്കെ ആവും എല്ലാവരും നമ്മളെ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചോറ് മക്കൾ മദ്രസയൊക്കെ വിട്ടു വന്നിട്ടോ. അപ്പോൾ ചോറ് കഴിക്കാൻ കറിയൊന്നും ഉണ്ടായിരുന്നില്ല, കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മക്കളായിട്ട് കടയിലേക്ക് പോകണം കേട്ടോ, എന്തെങ്കിലും പച്ചക്കറി വാങ്ങാനും വേണ്ടിയിട്ട്. അതവിടെ വെച്ചോ. പാത്രം കഴുകണ സോപ്പ് ഏത് മേടിക്കാട്ടാ. എന്നിട്ട് നോക്കാം ചക്കട. എടി താത്താക്ക് കൊടുക്ക് ഉണ്ണിക്കും കൊടുക്ക്. അപ്പോൾ ഉണക്കലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞ് ഉണക്കൽ എന്നാൽ കൂട്ടാൻ വെക്കണ്ട, പൊരിക്കുക, ചക്കക്കുരു കറി വെക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ചക്കക്കുരു ഉണക്കൽ പൊരിച്ചതാണ് നമുക്ക് കറി. ഉമ്മ കൊടുക്ക്. താത്താ കൊടുത്താ? എവിടെ കൊടുക്ക്? ലൈസ് താത്താക്ക് ഒന്ന് കൊടുക്ക്. അപ്പോൾ ഇത് നല്ല മഴക്കുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റത്താണ് കുറേ ഉണക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചോറൊക്കെ ഒരുവിധം വേവാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൽ നമ്മൾ ചക്കക്കുരു കറി വെക്കുകയാണ് കേട്ടോ. മക്കളുടെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അടിച്ചു വരാനും തുടക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഉണക്കലൊക്കെ നന്നാക്കി വെച്ച് കൂട്ടാനൊക്കെ ഒരു ഇതായിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തൂമിക്കാനൊക്കെ ഉണ്ട്.
അപ്പോൾ മഴ പെയ്യണ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എവിടെ ഇടാനൊന്നുമില്ല, ഇറക്കിലൊന്നും അയലൊന്നും കെട്ടാനുള്ളൊരു ഇതൊന്നുമില്ല. ഒക്കെ ഈ ഓലക്കൊടി കെട്ടിച്ച കാരണം എവിടെ സ്ഥലമില്ല കേട്ടോ. ഈ ബാക്കത്തെ ഈ ഒരു അയൽമ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മഴ പെയ്തിട്ടുള്ളൂ, അപ്പത്തിനും കുളിമുറിയുടെ വാതിലൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ അത് തുണി വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബേക്കറിയില്ല. പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല മഴ പെയ്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. കറണ്ട് പോയാൽ തീരെ വെളിച്ചമില്ല. പിന്നെ രാത്രിക്കാലത്തെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മക്കളെ ഉറക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.